വരെ നോക്കുമ്പോൾ ഒരു രോഗിയും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇവരുടെ മാനസിക രോഗം ചിലപ്പോൾ കഠിന മാനസിക രോഗമാവാം, ഒരു മാനസിക രോഗമാവാം, ചെറിയ രീതിയിലുള്ള മാനസിക ടെൻഷൻ പോലുള്ള രോഗങ്ങളാവാം, അല്ലെങ്കിൽ കഠിനമായ മാനസിക രോഗം, ഭ്രമം, ബൈപോളാർ ഡിസോർഡർ പോലുള്ള രോഗങ്ങളാവാം, വിഷാദ രോഗം, നമുക്കറിയാം ധാരാളം സംഭവങ്ങൾ പിന്നീട് അത് ആത്മഹത്യയായിട്ടും വിവാഹമോചനമായിട്ടും ജോലി നഷ്ടപ്പെടുന്നതായിട്ടൊക്കെ പരിണമിക്കുന്നവരുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ എല്ലാ നാടുകളിലും അവിടുത്തെ നാട്ടുകാരുടെ പിന്തുണയോടും ഇവിടുത്തെ അയൽവാസികളുടെ പിന്തുണയോടും ജനങ്ങളുടെ പിന്തുണയോടുകൂടി ആ രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാലിയേറ്റീവിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ സൈക്കാട്രിയിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രോഗികൾക്ക് അല്ലെങ്കിൽ ഈ വീട്ടിലെ ആളുകൾക്ക് ഈ രോഗികളെ മാനേജ് ചെയ്യാൻ ഒറ്റയ്ക്ക് സാധിക്കാനുള്ള പ്രയാസമാണ്. ചിലപ്പോൾ ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട്. ചിലപ്പോൾ രോഗികളെ ചികിത്സ തുടങ്ങുന്ന സമയത്തും അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ അവരെ പുനരധിവസിക്കുന്ന സമയത്തും അവർ ഒറ്റയ്ക്ക് അത് ചെയ്യാൻ കഴിയില്ല. അത് കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്നുള്ളതാണ് എല്ലാ ഗ്രൂപ്പുകളും കാണിക്കുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ കുറ്റവട്ടം, കുളമ്പാട് പോലുള്ള സൈലൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ കെട്ടിട സമുച്ചയങ്ങളായിരുന്നു മാനസിക രോഗികളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എല്ലാവരും അസുഖം ഒരുപാട് കൊണ്ടിട്ടു, എന്നിട്ട് 6 മാസം കഴിഞ്ഞ് ഒരു കൊല്ലം പോയി തിരിച്ചു കൊണ്ടു. അങ്ങനെയായിരുന്നു ചികിത്സകൾ ഉണ്ടായിരുന്നു. പിന്നീട് യൂറോപ്യൻസ് ഒക്കെ മനസ്സിലാക്കി, അമേരിക്കൻസ് ഒക്കെ മനസ്സിലാക്കി ഈ ഒരു സ്ഥിതി വളരെ നല്ല ആരോഗ്യപരമായ ഒരു ചികിത്സ എല്ലാവർക്കും കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അത് ജീവിതത്തിലോട് തിരിച്ചുകൊണ്ടെന്ന് മനസ്സിലാക്കിയാണ് സാമൂഹിക മാനസികാരോഗ്യ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിലും അതുപോലെ ഹെൽത്ത് സെന്ററിലൊക്കെ മാനസികാരോഗ്യ പദ്ധതികൾ നടപ്പിലാക്കി അവിടെ ഡോക്ടേഴ്സ് വരും. അവർക്ക് ചികിത്സ അവരുടെ നാട്ടിൽ നിന്ന് വെച്ച് നടത്തി കൊടുക്കുന്നത് മതപരമായി നല്ലൊരു മാറ്റം ജനങ്ങളിലോട്ടൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടായി. ജനങ്ങൾക്ക് കൂടുതൽ അറിയാൻ പറ്റും. ഈ രോഗികൾക്ക് നല്ല രീതിയിൽ ഇവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതൊരു സംഭവത്തെ പറ്റി വിശകലനം ചെയ്തപ്പോൾ കണ്ടെത്താൻ പറ്റും. മാത്രമല്ല പല ആളുകളും വീട്ടിലോട്ട് തിരിച്ചു വന്നതായിരിക്കും, അവർ ജോലിയിൽ തിരിച്ചു പ്രവേശിക്കുന്നതായിരിക്കും, കുടുംബജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും പിന്നീട് കാണാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സാമൂഹിക മാനസികാരോഗ്യ കമ്മ്യൂണിറ്റി സൈക്കാട്രി കോൺസെപ്റ്റ് വളരെ പോപ്പുലറായിരുന്നു. ആളുകളുടെ വളരെ പോപ്പുലറായി എല്ലാ രാജ്യങ്ങളും ചെറിയ രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങൾ, അതായത് യൂറോപ്യൻ കൺട്രീസും ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ അത് അഡോപ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം അതിൻ്റെ ഒരു വേർഷനാണ് നമ്മൾ ഇന്ത്യയിൽ ഒരു ഡിസ്ട്രിക്ട് ഹെൽത്ത് പ്രോഗ്രാം DHP എന്നുള്ള ഭാഗമായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് പല സംഘടനകളും നമ്മുടെ NGOസും അവരുടെ കഴിവിനനുസരിച്ച് ഈ ഒരു പ്രോഗ്രാം ഘട്ടത്തിന് ആകെ 20 ക്ലിനിക്കാണ് നമ്മുടെ ലക്ഷ്യം. അത് ഏകദേശം 16 ക്ലിനിക്കാണ് ആയിട്ടുണ്ട്. 16ാമത്തെ ക്ലിനിക്കാണ് വയനാടും കോഴിക്കോടും അതുപോലെ കൂടുതലും നമുക്ക് തമിഴ്നാടിൻ്റെ ഏരിയയിലാണ് മറ്റ് ക്ലിനിക്കുകളുള്ളത്. ഈ ക്ലിനിക്കുകളൊക്കെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. തുടക്കത്തിൽ ഇതെങ്ങനെ നടപ്പിലാക്കണം എന്നൊക്കെയുള്ള സംശയങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷേ ഓവർ ടൈം സമയമെടുത്താണെങ്കിലും നമുക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള സഹായങ്ങളാണ് രോഗികൾക്ക് ചെയ്യേണ്ടത്. ഒരു മരുന്ന് മാത്രമല്ല, അവർക്ക് മാനസികമായ പിന്തുണയും സാമൂഹികമായ പിന്തുണയും കൊടുക്കണം. അതുപോലെ ഡേ കെയർ സെറ്റിങ്സുകളൊക്കെ സെറ്റ് ചെയ്യണം, അവർക്ക് കേസ് മാനേജർ അലോട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഒരു വഴിയെ മനസ്സിലാകുന്നത്. പലപ്പോഴും പലരും ഇതുപോലെ ചെറിയ സെറ്റിങ്ങിലാണ് തുടങ്ങാറുള്ളത്. അത് നല്ല രീതിയിൽ നടത്തിപ്പോകുമ്പോൾ ഇതിലൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് ഒരു നല്ല സംരംഭമായിട്ട് ഉയരട്ടെ ഇവിടെയുള്ള ജനങ്ങൾക്കും. അതുപോലെ ദൂരങ്ങളിൽ പോയി ചികിത്സ എടുക്കുന്ന ആളുകൾ, പല ആളുകളും ഇവിടുന്നൊക്കെ ചികിത്സ എടുക്കാൻ വേണ്ടി കോഴിക്കോട് സിറ്റിയിലോട്ടും അതുപോലെ പ്രൈവറ്റ് സെക്ടറിലോട്ടൊക്കെ പോയി ഒരുപാട് പൈസ കൊടുത്ത് ചികിത്സ എടുക്കുക. ഒരുപാട് മരുന്നിനൊക്കെ ഒരുപാട് ഭയങ്കര വിലയാണ്. ഈ മരുന്നുകളൊക്കെ ആജീവനാന്തം കഴിക്കേണ്ട മരുന്നുകളൊക്കെ വലിയൊരു ചെലവ് അതുകൊണ്ട് അതൊക്കെ കുറച്ചു കൊടുക്കാനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനൊക്കെ ഈ സാമൂഹിക പിന്തുണയോട് സാധിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഒരു സംരംഭം ഇതിനുള്ള മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രാർത്ഥനയോടുകൂടി നല്ലൊരു സംഘമായി മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ആമുഖ ഭാഷണം നടത്താൻ വേണ്ടി ഡോക്ടർ നമസ്കാരം. വിവിധ തരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റിലുള്ളത്. ഇത് പറയുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അതുമായി നേരിട്ട് ഇടപഴകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് മാനസികാരോഗ്യ പിന്തുണ നൽകുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഹോസ്പിറ്റലിൽ പിന്തുണ കമ്മ്യൂണിറ്റി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലൂടെ മരുന്ന് ചികിത്സ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് രോഗികളുടെ നഷ്ടപ്പെട്ട കഴിവുകൾ തിരിച്ചു പിടിച്ച് അവരെ അവരുടെ പഴയ കാല ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യം കൂടിയാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് സൈക്കാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, സോഷ്യൽ വർക്കർ, പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ഇത്തരം സന്നദ്ധ സംഘടനകൾ മുഖേനയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ കമ്മ്യൂണിറ്റി വോളണ്ടിയറുടെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മുടെ നിലവിലുള്ള മീറ്റിങ്ങുകളൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും ആളുകൾ ടീം വർക്കായിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാവിഗേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഭാവിയിൽ ഡയറ്ററി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. ഇത് കൂടാതെ രോഗികൾക്ക് അവർക്ക് സമൂഹത്തിൽ ലഭ്യമാക്കാൻ വേണ്ട പല സേവനങ്ങളും കാര്യങ്ങളും അവർക്ക് എത്തിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന അവർക്ക് പെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, സിറ്റി കാർഡ്, പെൻഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബാക്കി കാര്യങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. അപ്പോൾ ഇത് പ്രയാസങ്ങൾ കാരണം, സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം ചികിത്സിക്കാതെ പോകുന്ന ഒരുപാട് രോഗികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് അത്തരത്തിലുള്ള ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. സൗജന്യ കൺസൾട്ടേഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഡോക്ടറുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ സൗജന്യ കൺസൾട്ടേഷനിലാണിത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മരുന്നിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിൽ ആളുകൾ ഇതിലേക്ക് കൊണ്ടുവരാനും അവർക്ക് ഇത് ഉപകാരപ്പെടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു നമ്മുടെ നാട്ടിൽ തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭം വിജയിപ്പിച്ച് അത് പരമാവധി അതിനെ വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രോജക്റ്റ് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടുകാരനും ഈ പരിപാടിക്ക് ഇനീഷ്യേറ്റീവ് എടുക്കാം. അതുകൊണ്ട് എൻ്റെ പേര് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്റ്റ് വിശദീകരണത്തിന് മുന്നേ ഞാനൊരു നന്ദി പറയാം. കാര്യം ഹോസ്പിറ്റൽ റിസർവ് ഇനീഷ്യേറ്റീവിനെ എൻ്റെ നാട്ടിലേക്ക് സ്വീകരിച്ച എൻ്റെ നാട്ടുകാരായ എല്ലാവരും നന്ദി. ഇതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചൊരു കാര്യം എൻ്റെ നാട്ടുകാർ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കട്ടെ. ഞാൻ പ്രൊജക്റ്റിൻ്റെ വിശദീകരണത്തിലേക്ക് ആക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിലുള്ള പാവപ്പെട്ട കഠിന മാനസിക രോഗികൾ, മാനസിക രോഗം മൂലം വെല്ലുവിളി നേരിടുന്ന ആളുകൾ, അവരുടെ കേരളത്തിലേക്ക് വെച്ചാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അവരിലേക്ക് ട്രീറ്റ്മെൻറ്റ് എത്തിക്കുക, മെഡിസിൻ സപ്പോർട്ട് അവർക്ക് വേണ്ട, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് സമൂഹത്തിൽ ഒരു സ്റ്റിഗ്മ നിലനിൽക്കുന്നുണ്ട്. മാനസിക രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം ഒരു വലിയ എന്തോ ഒരു പ്രശ്നമായിട്ടാണ് ആളുകൾ ഇപ്പോഴും കാണുന്നത്. അപ്പോൾ ആളുകൾക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുമൊക്കെ ഇപ്പോഴും മടിയാണ്. മാനസിക രോഗം എന്ന് പറയുമ്പോൾ മടികളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിറ്റി സൈക്കാട്രിയുടെ വർക്ക്. നമ്മുടെ പ്രൊജക്റ്റ് വളരെ കോൺഫിഡൻഷ്യലായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള പേഷ്യൻസിൻ്റെ ഡാറ്റയോ കാര്യങ്ങളൊന്നും മറ്റൊരാൾ അറിയാത്ത രീതിയിൽ കോൺഫിഡൻഷ്യലായിട്ടും വളരെ അവരെ ഡിഗ്നിറ്റി പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു പ്രൊജക്റ്റ്. നമുക്ക് ഏകദേശം 16 തീർക്കുന്നുണ്ട്.
കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ നമുക്ക് ഏകദേശം വയനാട് ബാംഗ്ലൂരൊക്കെ നമുക്ക് ഏകദേശം 16 ഏറ്റവും ക്വാളിറ്റിയോട് കൂടിയിട്ട് കെയർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ മാക്സിമം കമ്മ്യൂണിറ്റിയുടെ റോളിലേക്കാണ് ഇവിടെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി, അതായത് നിങ്ങളെ റോളാണ് ഏറ്റവും പ്രധാനം. അവർക്ക് വേണ്ട മെഡിക്കേഷൻസ് എത്തിക്കുക, ലബോറട്ടറി സർവീസുകൾ എത്തിക്കുക, പിന്നെ എക്കണോമിക്കലി വളരെ വീക്കായിട്ടുള്ള ആളുകളുടെ ചില NGOകളും മറ്റുമൊക്കെ അതുപോലെ മറ്റ് ഫെസിലിറ്റീസൊക്കെ അവരിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഭാവിയിലേക്ക് ഏർപ്പെടാൻ സാധിക്കും. പിന്നെ മാനസിക രോഗം എന്ന് പറയുന്നത് അവർക്ക് എന്തെല്ലാം അവരെ ചേഞ്ച് ചെയ്ത്, അതായത് ചങ്ങലക്കിട്ട് അല്ലെങ്കിൽ അവരെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് അല്ലെങ്കിൽ അവരുടെ ഡിഗ്നിറ്റിക്കൊന്നും പ്രാധാന്യം കൊടുക്കാതെ അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല. അവരെ എന്താ പറയുക, ആ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാറി തുടങ്ങിയിട്ടുണ്ട്. അവർക്കും അവകാശങ്ങൾ നമ്മളെ പോലെ തന്നെ റൈറ്റ് ടു മാരി, റൈറ്റ് ടു റീപ്രൊഡക്ഷൻ, റൈറ്റ് ടു എംപ്ലോയ്മെന്റ്, അങ്ങനെ ഒരുപാട് അവകാശങ്ങൾ അവർക്കുണ്ട്. അത് നമ്മളെ പോലെ തന്നെയുള്ള അവകാശങ്ങളൊക്കെ അവർക്കുണ്ട്. കമ്മ്യൂണിറ്റിയിലുള്ള മാനസിക രോഗികളെ നമ്മളെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്ത് അവരെ കമ്മ്യൂണിറ്റിയിലേക്ക് തന്നെ എത്തിക്കുക. ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ചെയ്യല്ല, ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ചെയ്യാനുള്ള മെത്തേഡാണ്. അവരെ കമ്മ്യൂണിറ്റിയിലേക്ക് തന്നെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രോജക്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതാണ് പിന്നെ തുടക്കത്തിൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവുന്ന സംശയം പോലെ എങ്ങനെ ഏത് രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യാനുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാവണം. എല്ലാവരും ഉണ്ടാവും. ഇതിലേക്ക് ഇറങ്ങി എന്നെക്കാൾ ആ സംബന്ധത്തിലുള്ള ആളുകളാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് എല്ലാം എത്താൻ വേണ്ടി പറ്റുന്ന സംശയങ്ങളൊക്കെ എന്തായാലും ആ സ്റ്റേജിന്റെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ ചായ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി 5 കാര്യം നമ്മുടെ അതെല്ലാം 20 ചായ എല്ലാ കഴിവ് സത്യം ശരിക്കും ഇപ്പോൾ എല്ലാവരും കേൾക്കുന്നതാണ്. ഒരു ആശയം ഇപ്പോൾ സമൂഹത്തിൽ ഇങ്ങനത്തെ ഒരു ക്യാമ്പ് നമ്മുടെ കാര്യത്തിൽ തന്നെ ഈ ക്യാമ്പ് സംബന്ധിച്ച് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ഞാൻ മെമ്പറായിരിക്കുമ്പോൾ വളരെ ഒരു ചെറിയ ബിസിനസ് ആയിട്ട് ഇങ്ങനെ ഒരു ക്യാമ്പ് ഇങ്ങനെ ഒരു ഇവിടെ കാര്യത്തിലൊക്കെ എത്രയോ നല്ലതായിരുന്നു. ഞാൻ ദേവിയ കോളേജ് സൈക്യാട്രി ട്രീറ്റ്മെന്റ് കാണിച്ച് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്രദമായ ഒരു കഴിഞ്ഞ 18 വർഷക്കാലം എനിക്കറിയാം നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി ഒരു ആസ്ഥാന മന്ദിരത്തിൻ്റെ ഏകദേശം സ്വന്തമായ ഒരു കുട്ടികളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ വിചാരിച്ചത് എന്താ വെച്ചാൽ പ്രവർത്തനം ഒന്ന് മന്ദീഭവിക്കുന്നതാണ്. പക്ഷെ വളരെ സന്തോഷം നൽകുന്നത്. കാരണം നാളെയൊക്കെ ഞാനൊക്കെ പ്രതിജ്ഞ ചെയ്യാൻ പോകുമ്പോൾ എല്ലാവർക്കും ഭരണഘടനാ നീതി തുല്യം എന്നൊക്കെ പറയുന്ന സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയത്. കാരണം എല്ലാ വീടുകളും നമ്മളിലും നാളെ നമുക്കും ബാധിക്കാവുന്ന അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു ദിവസം തന്നെ ഇതിനെ എന്നെ സംബന്ധിച്ചുള്ള ആദ്യത്തെ പരിപാടിയാണ്. കാരണം മെമ്പറായിട്ടില്ല, നാളെ ആവും. പക്ഷേ ആദ്യത്തെ പരിപാടി തന്നെ മാനസികപരമായി വളരെ സന്തോഷം നൽകുന്നു. ഈ സംഘാടകരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ. എൻ്റെ മുൻകാലത്ത് ഞാൻ മെമ്പറായിരുന്നു. ഇപ്പോൾ തുടർന്നു വരുന്ന 5 വർഷക്കാലവും അതിനുശേഷവും എല്ലാവിധ സപ്പോർട്ടും എൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടിക്കാരി
കൗൺസിലിംഗ് ആണ്. ഞാൻ വലിയൊരു പ്രയാസമുണ്ടാവും. അത് തന്നെയാണ് അത് ഇവർക്ക് ഒത്തിരി നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ടോ മറ്റുള്ളവരുടെ അശ്രദ്ധകളുണ്ടോ മാത്രം ശരിക്കും ഇതിന് വേണ്ടത് നമ്മുടെ സപ്പോർട്ട്, അവരുടെ ചുറ്റുപാടുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടാകാൻ തീർച്ചയായും ഇത് നമ്മളെ പോലെ തന്നെ സാധാരണ രീതി അതിന് തോന്നുന്നത് വളണ്ടിയർമാർക്കും നാട്ടുകാർക്കും ഒക്കെ ഉൾപ്പെടുത്താവുന്ന ഒരു രീതിയിൽ ക്യാമ്പ്, പിന്നെ ഇതിനെ ഇതുമായിട്ട് എങ്ങനെ സഹായിക്കണം, ഏത് രീതിയിൽ അവരെ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും പ്രധാനമാണ്. അതിലുള്ളൊരു ക്യാമ്പും കൂടി നമുക്കിവിടെ നടത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെങ്ങനെ അത് ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് എപ്പോഴും സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ മുന്നിൽ മുന്നോട്ട് വീണ്ടും നോക്കി ഇതുപോലെ പലതും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ ഡോക്ടർ ഉദ്ഘാടകനുമായ ഡോക്ടർ നന്ദി പ്രകാശനം. അടുത്തത് കൂടാതെ പ്രോജക്ട് വിശദീകരണം നടത്തിയ മിസ്റ്റർ വിഷ്ണു, പിന്നെ പ്രോജക്ട് കോർഡിനേറ്റർ ആശ്രയമൊക്കെ അർപ്പിച്ചാണ് വാർഡ് നമ്പർ എല്ലാവർക്കും കൂടാതെ ഏറ്റവും നന്ദി അർപ്പിക്കേണ്ടത് ഒരു ക്ലാസ് വീട്ടിൽ ടീച്ചറോ മതിയായ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസ് കേൾക്കാൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ ഉള്ള ആൾക്കാരില്ലെങ്കിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളെ സംരംഭം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സംരംഭത്തിൻ്റെ വിജയം ഇവരുടെ രോഗികളുടെ അവസ്ഥ മാറ്റിവെക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു. ഇത് മാത്രമേ നമുക്ക് കാര്യം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവരാണ് രോഗികളും സഹായികളുമായിട്ടുള്ള ആൾക്കാരാണ് യഥാർത്ഥത്തിൽ ഉപഭോക്താക്കൾ മാത്രമല്ല, അവരാണ് ഈ സംരംഭത്തിൻ്റെ വിജയം. അവരും ശരിയായിട്ടുള്ള രീതിയിൽ സഹകരിച്ച് ഡോക്ടർമാരുമായിട്ട് സഹകരിച്ച് അവരുടെ രോഗം ആണെങ്കിൽ പോലും ഇത് ഈ സംരംഭത്തിൻ്റെ ഒരു വിജയം കൂടെയാണ്. അപ്പം അങ്ങനെ രോഗികളും അവരുടെ സഹായികളും കൂടി ഇത് സഹകരിച്ച് പോയി മാത്രമേ ഈ സംരംഭം നന്നായി പറഞ്ഞു. ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ടീമിൻ്റെ എന്തൊക്കെ നിർദ്ദേശങ്ങളുണ്ടോ അതനുസരിച്ച് പിന്നെ രോഗം മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതും കൂടി നിങ്ങളുടെ സഹകരണമാണ് കാര്യമായിട്ട് വേണ്ടത്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള സകല രോഗികൾക്കും കൂടി ഇതിൽ നമ്മൾ പറയുന്നു. കൂടാതെ നമ്മുടെ പഴയ സിസ്റ്റർ നിങ്ങളിവിടെ അതിലുണ്ടായിരുന്ന കാര്യം തന്നെയാണ് നമ്മുടെ ഈ ഒരു സംരംഭത്തിൽ പങ്കാളിയാകാൻ സിസ്റ്റർക്കും നന്ദി പറഞ്ഞു. എല്ലാവർക്കും കിട്ടിക്കൊണ്ട് നന്ദി പറഞ്ഞു. പോകുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണാർത്ഥത്തിൽ നല്ല നിലക്ക് ജീവിക്കുന്ന, സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഒക്കെ നമുക്കറിയുന്നതാണ്. അപ്പോൾ
അത് ഒന്നുകൂടെ എല്ലാവരുടെയും ശ്രദ്ധയും നമ്മൾ തന്നെ പരസ്പരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയും പരസ്പരം നമ്മൾ ഷെയർ ചെയ്യുകയും ചെയ്യാനുള്ള ഒരു വേദി ഉണ്ടാക്കിയാണ് പിന്നെ ഇവിടെ ഹോസ്പിറ്റലിന്റെ സപ്പോർട്ടോടു കൂടി നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ പേര് തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് റിതം എന്നാണ്. റിതം എന്ന വാക്കിന് അർത്ഥം നമുക്കറിയാം. എപ്പോഴാണ് നമ്മൾ റിതം ഉപയോഗിക്കാറുള്ളത് എന്ന് നമുക്കറിയാം. മാനസിക പിരിമുറുക്കങ്ങൾ വരുന്ന സമയത്ത് റിതത്തിന്റെ പ്രസക്തി കൂടുതലാണ്. ആ അർത്ഥത്തിൽ തന്നെയായിരിക്കും ഈ പേര് ഇതിനു വേണ്ടി രൂപീകരിച്ച ഇവര് കണ്ടെത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മുടെ അധികൃതർ നമ്മളോട് പറയുന്നു. അപ്പോൾ ഈ പരിപാടി അത്യന്തം വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും കൂടിനുണ്ടാവണം. പിന്നെ ഇത് മറ്റൊരു ചടങ്ങിലൂടെയാണ്. നമ്മുടെ നാളെയാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത്. നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് പോലെയാണ് പാലിയേറ്റീവിന് അവർക്ക് എല്ലാവരുടെയും ഭാഗത്തിൽ നിന്ന് ഉണ്ടായിരുന്നു. ഇനിയും ഉണ്ടാവണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നടത്താൻ വേണ്ടി ഡോക്ടർ വസീം സാറിനെ ആദരവ്